ഈ ഒരു ബോർഡ് കാരണമാണ് നമ്മൾ ഈ ഒരു ചാർജ് സ്റ്റേഷനിലേക്ക് പോയത്. അപ്പം നമ്മൾ കുണ്ട്ര എന്ന് ചെങ്ങന്നൂരേക്ക് പോകുന്നതിൻ്റെ ഇടയ്ക്ക് ചാരുമൂട് എന്ന് പറഞ്ഞ ജംഗ്ഷനിൽ എത്തിയപ്പോഴത്തേക്ക് 3 കിലോമീറ്റർ മുന്നേ തന്നെ ഇങ്ങനെ ഒരു ചാർജിങ് സ്റ്റേഷന്റെ ബോർഡ് കണ്ടിട്ടുണ്ടായിരുന്നു. മറ്റുള്ള EV ചാർജ് സ്റ്റേഷൻസിന്റെ ഓണേഴ്സ് മാതൃകയാക്കേണ്ട ഒരു കാര്യമാണ് ആർട്ടിമീസ് എന്ന് പറഞ്ഞ ചാർജ് സ്റ്റേഷനിലേക്ക് പോകുന്ന വഴിക്ക് നമ്മൾ കണ്ട ബോർഡുകൾ. അപ്പൊ ഈ ഒരു ബോർഡ് കണ്ടതിന് ശേഷമാണ് നമ്മൾ ചാർജ് മോഡ് ആപ്ലിക്കേഷൻ എടുത്തിട്ട് ഈ ഒരു ചാർജറിന്റെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ നോക്കിയത്. അപ്പൊ നമുക്കിവിടെ 30 കിലോവാട്ടിന്റെ ഒരു സിംഗിൾ ഗൺ മെഷീനും അതുപോലെ തന്നെ ഒരു 3.3 കിലോവാട്ടിന്റെ ചാർജറുമാണ് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഈ ഒരു ചാർജ് സ്റ്റേഷന്റെ ലൊക്കേഷൻ ഇട്ട് നമ്മൾ പോവുകയാണ്. ഏകദേശം 3 കിലോമീറ്റർ ആണ് ഈ ഒരു ചാർജ് സ്റ്റേഷനിലേക്കുള്ള ദൂരം. ഹലോ എവരിവൺ, വെൽക്കം ടു EV ട്രിപ്സ് ആൻഡ് ടിപ്സ്. കഴിഞ്ഞ ദിവസം നമ്മൾ കുണ്ട്രയിൽ നിന്ന് ചെങ്ങന്നൂരേക്ക് പോകുന്നതിൻ്റെ ഇടയ്ക്ക് ചാരുമൂട് എന്ന് പറഞ്ഞ ജംഗ്ഷനിൽ ഈ കാണുന്ന ബോർഡ് കണ്ടിട്ടാണ് നമ്മൾ വണ്ടി നിർത്തിയത്. പണ്ട് കാലത്ത് നമ്മുടെ നാട്ടിൽ അധികം EV ചാർജ് സ്റ്റേഷൻസ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ ലോങ് ഒക്കെ പോകുന്ന സമയത്ത് എല്ലാവരും EV ചാർജ് സ്റ്റേഷൻസ് എവിടെയൊക്കെ ഉണ്ടെന്ന് നോക്കിയതിന് ശേഷമാണ് ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നത്. പക്ഷേ ഇപ്പം നമ്മുടെ നാട്ടിൽ എല്ലായിടത്തും EV ചാർജ് സ്റ്റേഷൻസ് ഉള്ളത് കൊണ്ട് തന്നെ പലരും ഓൺ ദ വേയിൽ കാണുന്ന ചാർജ് സ്റ്റേഷനിൽ കയറി ചാർജ് ചെയ്യാറാണ് പതിവ്. അങ്ങനെ നമ്മൾ കഴിഞ്ഞ ദിവസം കൊല്ലം കുണ്ട്രയിൽ നിന്ന് ചെങ്ങന്നൂരേക്ക് പോകുന്നതിൻ്റെ ഇടയ്ക്ക് ചാരുമൂട് എന്ന് പറഞ്ഞ ജംഗ്ഷനിൽ വെച്ചിട്ടാണ് ആർട്ടിമീസ് എന്ന് പറഞ്ഞ ചാർജ് സ്റ്റേഷനെ പറ്റി അറിഞ്ഞത്. അപ്പോൾ ഈ കാണുന്നതാണ് ചാരുമൂട് ജംഗ്ഷൻ. അപ്പോൾ അടൂര് കായംകുളം റോഡിനെയും അതുപോലെ തന്നെ കുണ്ട്ര ചെങ്ങന്നൂർ റോഡും ക്രോസ് ചെയ്യുന്ന ഒരു റൂട്ടാണിത്. അപ്പോൾ അടൂര് കായംകുളം റൂട്ടിലും വേറെ ചാർജ് സ്റ്റേഷൻസ് ഒന്നും ഇല്ല. അപ്പം ഈ ഒരു റൂട്ട് വരുന്ന ആൾക്കാർക്കും കൺസിഡർ ചെയ്യാൻ പറ്റുന്ന ഒരു ചാർജ് സ്റ്റേഷനാണ് ചുനക്കലുള്ള ആർട്ടിമീസ് എന്ന് പറഞ്ഞ ചാർജ് സ്റ്റേഷൻ. നാഷണൽ ഹൈവേയുടെ പണി നടക്കുന്നതുകൊണ്ട് തന്നെ ഇപ്പം മിക്കവാറും വണ്ടികൾ MC റോഡ് വഴിയാണ് പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ കൊട്ടാരക്കരയും പന്തളത്തൊക്കെ നല്ല രീതിയിലുള്ള ബ്ലോക്കും കിട്ടാറുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ കൊല്ലത്തുനിന്ന് തിരുവല്ലയൊക്കെ പോകാനായിട്ട് നമ്മൾ മിക്കവാറും ചൂസ് ചെയ്യുന്ന റൂട്ടാണ് ഈ ഒരു റൂട്ട്. മിക്കവാറും ഈ ഒരു റൂട്ട് വരാറുണ്ടെങ്കിലും ഇവിടെ പുതുതായിട്ടൊരു ചാർജ് സ്റ്റേഷൻ വന്നാൽ ഇപ്പോഴാണ് അറിഞ്ഞത്. കാര്യം നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇപ്പം എല്ലായിടത്തും ചാർജ് സ്റ്റേഷൻസ് ഉള്ളതുകൊണ്ട് ഓൺ ദ വേയിൽ ഏതെങ്കിലും ഒരു ചാർജ് സ്റ്റേഷനിൽ കയറി ചാർജ് ചെയ്യാറാണ് പതിവ്. അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത് എല്ലാ EV ചാർജ് സ്റ്റേഷൻ ഓണേഴ്സ് ഇതുപോലുള്ള ബോർഡുകൾ സ്ഥാപിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ചാർജ് സ്റ്റേഷനിലേക്ക് കൂടുതൽ ആൾക്കാർ വരാനുള്ള സാധ്യത കൂടുതലാണ്. കാര്യം പണ്ട് കാലത്ത് EV ചാർജ് സ്റ്റേഷൻസിന്റെ എണ്ണം വളരെ കുറവായതുകൊണ്ട് തന്നെ ഉള്ള സ്ഥലങ്ങളിൽ തപ്പിപ്പിടിച്ച ആൾക്കാർ അവിടെ പോയി ചാർജ് ചെയ്യുമായിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ അവസ്ഥ അതല്ല. ഒരുപാട് ചാർജ് സ്റ്റേഷൻസ് ഉള്ളതുകൊണ്ട് തന്നെ നമ്മുടെ ചാർജ് സ്റ്റേഷൻസിലേക്ക് EV ഓണേഴ്സിനെ കൊണ്ടുവരേണ്ട ഉത്തരവാദിത്തം ഓരോ EV ചാർജ് സ്റ്റേഷൻ ഓണേഴ്സിനും ഉണ്ട്. ആർട്ടിമീസ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ചാർജ് സ്റ്റേഷൻ തന്നെ അവർ 3 കിലോമീറ്ററിന് മുന്നേ, 1.5 കിലോമീറ്ററിന് മുന്നേ, 1 കിലോമീറ്ററിന് മുന്നേ, അതുപോലെ തന്നെ ആ ഒരു ചാർജ് സ്റ്റേഷനിലേക്കുള്ള ഡീവിയേഷൻ അങ്ങനെയുള്ള എല്ലാ ഭാഗങ്ങളിലും അവർ ആ ഒരു ബോർഡ് സ്ഥാപിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ഒരു ബോർഡ് നോക്കി ഈസി ആയിട്ട് EV ഓണേഴ്സിന് ഈ ഒരു ചാർജ് സ്റ്റേഷനിലേക്ക് വരാനും സാധിക്കും. അപ്പോൾ ഇതാണ് ചുനക്കര എന്ന് പറഞ്ഞ ജംഗ്ഷൻ. ഇവിടുന്ന് റൈറ്റിലേക്ക് 200 മീറ്ററാണ് ആർട്ടിമീസ് എന്ന് പറഞ്ഞ ചാർജ് സ്റ്റേഷനിലേക്കുള്ള ദൂരം. ആ ഒരു കാര്യം കറക്റ്റായിട്ട് അവർ അവിടെ എൻ്റർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളിവിടെ ഇങ്ങനെ ഡീവിയേറ്റ് ചെയ്ത് വരുമ്പോഴത്തേക്ക് തന്നെ അവിടെയും അവർ ഈ ഒരു ചാർജ് സ്റ്റേഷനിലേക്കുള്ള ബോർഡ് വെച്ചിട്ടുണ്ട്. കാര്യം ഒരു രീതിയിൽ ആൾക്കാർക്ക് ഒരു കൺഫ്യൂഷൻ വരരുതെന്നുള്ള രീതിയിലാണ് ഈ ബോർഡുകളെല്ലാം അവർ സ്ഥാപിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടുന്ന് 200 മീറ്റർ മാത്രം ഉള്ളിലോട്ടാണ് ഈ ഒരു ചാർജ് സ്റ്റേഷൻ വരുന്നത്. അപ്പം നമുക്ക് വേണമെങ്കിൽ അവിടെ കൊണ്ട് ഈ വണ്ടി ചാർജ് ചെയ്യാനിട്ടിട്ട് ഈ ഒരു ജംഗ്ഷനിലേക്ക് തിരിച്ചു വന്ന് ഫുഡോ കാര്യങ്ങളോ ഒക്കെ വേണമെങ്കിൽ കഴിക്കാനായിട്ട് സാധിക്കും. ജംഗ്ഷനിൽ നിന്ന് 100 മീറ്റർ മുന്നിലേക്ക് വരുമ്പോഴത്തേക്ക് വീണ്ടും റൈറ്റിലേക്കാണ് പോകേണ്ടത്. അവിടെ അവർ ബോർഡുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ വരുമ്പോഴത്തേക്ക് തന്നെ നമുക്ക് ഏകദേശം ഒരു ചാർജ് സ്റ്റേഷൻ കാണാനായിട്ട് സാധിക്കും. പണ്ട് EV എടുക്കുന്ന സമയത്ത് എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഇത് എവിടെ കൊണ്ടുപോയി ഫാസ്റ്റ് ചാർജ് ചെയ്യും, ലോങ് ഒക്കെ പോകാൻ പറ്റുമെന്നുള്ളത്. അപ്പോൾ ഇതുപോലെ എല്ലാ ഏരിയയിലും നമുക്ക് ചാർജ് സ്റ്റേഷൻസ് ഇപ്പോൾ അവൈലബിൾ ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് എവിടെ വേണമെങ്കിലും EV ആയിട്ട് ധൈര്യമായിട്ട് പോകാം. അപ്പോൾ ഇതാണ് ആർട്ടിമീസ് എന്ന് പറഞ്ഞ ചാർജ് സ്റ്റേഷൻ. നമുക്കിവിടെ കാണുന്നത് പോലെ തന്നെ 30 കിലോവാട്ടിൻ്റെ ഒരു സിംഗിൾ ഗൺ മെഷീൻ, അതുപോലെ തന്നെ ഒരു 3.3 കിലോവാട്ടിൻ്റെ സ്ലോ ചാർജറുമാണ് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് വണ്ടി പാർക്ക് ചെയ്ത് ചാർജ് ചെയ്യാനിട്ടിട്ട് ഈ ഒരു ചാർജ് സ്റ്റേഷൻ്റെ ബാക്കി വിശേഷങ്ങളിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ ഗണ്ണ് കണക്ട് ചെയ്ത് RFID കാർഡ് ടാപ്പ് ചെയ്തിട്ടാണ് ഈ ഒരു ചാർജിങ് ഇനിഷ്യേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ചാർജിങ് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് നമ്മുടെ വണ്ടിയിൽ ഏകദേശം 53% ചാർജ് ആയിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ ഇത് 30 കിലോവാട്ടിൻ്റെ മെഷീൻ ആണെങ്കിൽ നമ്മളത് ടിയാഗോ EV ആയതുകൊണ്ട് തന്നെ 18.78 കിലോവാട്ടിലാണ് നമ്മുടെ വണ്ടി ചാർജ് ആയിക്കൊണ്ടിരുന്നത്. ഇനി ഈ ഒരു ചാർജ് സ്റ്റേഷനിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം, നമ്മൾ ചാർജ് ചെയ്യുന്ന ഈ ഒരു പോർഷൻ അവർ ഷീറ്റൊക്കെ ഇട്ട് കവർ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് മഴയാണെങ്കിലും വെയിലാണെങ്കിലും നമുക്ക് ധൈര്യമായിട്ട് ഇവിടെ വന്ന് ചാർജ് ചെയ്യാനായിട്ട് സാധിക്കും. ഇത് കൂടാതെ 3.3 കിലോവാട്ടിൻ്റെ ഒരു സ്ലോ ചാർജറും ഇവിടെ അവൈലബിൾ ആണ്. അപ്പോൾ ഇലക്ട്രിക് സ്കൂട്ടറോ ഇലക്ട്രിക് ഓട്ടോ ഒക്കെ വേണമെങ്കിൽ ഇവിടെ കൊണ്ടുവന്ന് ചാർജ് ചെയ്യാനായിട്ട് സാധിക്കും. ആൻഡ് ഈ ഒരു ചാർജ് സ്റ്റേഷൻ്റെ ഒരു ആംബിയൻസ് വേറെ ലെവൽ തന്നെയാണ്. ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു നല്ല കുളവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം നമുക്ക് വണ്ടി ചാർജ് ചെയ്യാൻ ഇട്ടിട്ട് ഇതിൻ്റെ അടുത്ത ഒരു സിറ്റിംഗ് ഏരിയ ഒക്കെ അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ആ ഒരു ഏരിയയിൽ വേണമെങ്കിൽ നമുക്ക് വെയിറ്റ് ചെയ്തിരിക്കാം. അപ്പോൾ ഈ ഒരു ചാർജ് സ്റ്റേഷൻ തുടങ്ങിയിട്ട് കുറച്ച് നാൾ മാത്രമേ ആയിട്ടുള്ളതെന്ന് തോന്നുന്നു. കാര്യം ഇത് ഫുൾ ഫ്ലഡ്ജ് ആയിട്ടില്ല. അവിടെ ഇപ്പോഴും പണി നടന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. അപ്പോൾ ആ ഒരു സിറ്റിംഗ് ഏരിയ ആണെങ്കിൽ അതുപോലെ തന്നെ അതിനോട് ചേർന്ന് ഒരു ബാത്റൂം ഫെസിലിറ്റീസ് ഒക്കെ അവർ അറേഞ്ച് ചെയ്യുന്നുണ്ട്. അതിൻ്റെയൊക്കെ പണി നടന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. അപ്പോൾ ഈ കാണുന്ന ചാർജറിൽ നമുക്ക് സ്കൂട്ടറോ ഓട്ടോ ഒക്കെ ചാർജ് ചെയ്യാനായിട്ട് സാധിക്കും. നമ്മൾ വീട്ടിൽ ചാർജ് ചെയ്യുന്നത്
പറയുന്നത് പോലെ തന്നെ 3.3 കിലോവാട്ടിൻ്റെ ഒരു പ്ലഗാണ് നമുക്കിവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. ആൻഡ് ഇവർ ഇവിടെ ഒരു സിറ്റിംഗ് ഏരിയ ഒക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ പണിയൊന്നും കംപ്ലീറ്റ് ആയിട്ടില്ല എന്ന് തോന്നുന്നു. ആൻഡ് ഇതാണ് അവരുടെ ഒരു വാഷ്റൂം. അപ്പോൾ ഇതൊക്കെ കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ നമുക്കിവിടെ വെയിറ്റ് ചെയ്തിരിക്കാനോ അല്ലെങ്കിൽ റെസ്റ്റ് റൂം ഫെസിലിറ്റീസ് ഒക്കെ ഉണ്ടായിരിക്കുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ 100% ആയതിനു ശേഷമാണ് ചാർജിങ് കട്ട് ചെയ്തത്. 53% നിന്ന് 100% ആവാനായിട്ട് ഏകദേശം 10.82 കിലോവാട്ടാണ് കൺസപ്ഷൻ നടന്നത്. അപ്പോൾ നമ്മുടെ വണ്ടി ചാർജ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് തന്നെ മഹീന്ദ്രയുടെ XUV 400 എന്ന് പറഞ്ഞ ഒരു EV അവിടെ ചാർജ് ചെയ്യാനായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ ചെങ്ങന്നൂർ കുണ്ടറ റൂട്ട് പോവുകയാണെങ്കിലോ അല്ലെങ്കിൽ അടൂര് കായംകുളം റൂട്ട് പോവുകയാണെങ്കിലോ മാവേലിക്കര ഏരിയ ഒക്കെ വരുവാണെങ്കിലോ കൺസിഡർ ചെയ്യാൻ പറ്റുന്ന ഒരു ചാർജ് സ്റ്റേഷനാണ് ചുനക്കരയുള്ള ആർട്ടിമീസ് എന്ന് പറഞ്ഞ ചാർജ് സ്റ്റേഷൻ. അപ്പോൾ ഈ ഒരു ചാർജ് സ്റ്റേഷനിൽ നിന്ന് മറ്റുള്ള EV ചാർജ് സ്റ്റേഷൻ ഓണേഴ്സ് കണ്ടുപഠിക്കേണ്ട ഒരു കാര്യമാണ് ഇവർ റോഡ് സൈഡിൽ സ്ഥാപിച്ചിരിക്കുന്ന ബോർഡുകൾ. അപ്പോൾ നമ്മളെപ്പോലെ തന്നെ പലരും ഈ ഒരു ചാർജ് സ്റ്റേഷനിലേക്ക് വരുന്നത് ഈ ഒരു ബോർഡ് കണ്ടിട്ടായിരിക്കാം. അപ്പോൾ റോഡ് സൈഡിൽ ഇതുപോലുള്ള EV ചാർജ് സ്റ്റേഷനിലേക്കുള്ള ബോർഡുകൾ സ്ഥാപിക്കുന്നതിനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റ് ചെയ്തോളൂ. അതുപോലെ തന്നെ ചുനക്കരയുള്ള ആർട്ടിമീസ് എന്ന് പറഞ്ഞ ചാർജ് സ്റ്റേഷൻ നിങ്ങൾ ആരെങ്കിലും വന്ന് ചാർജ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ എക്സ്പീരിയൻസ് ഒന്ന് കമൻറ്റ് ചെയ്തോളൂ. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. ഈ റിലേറ്റഡ് ആയിട്ടുള്ള കൂടുതൽ വീഡിയോസ് ആയിട്ട് നമുക്ക് ഇനിയും കാണാം. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ഫ്രം EV ട്രിപ്സ് ആൻഡ് ടിപ്സ്.